ഹലോ ഗൈസ്. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിലോട്ട് വന്നേക്കും, അമ്മയും അച്ഛനും ഞാനും കൂടെ. അത് മൺറോത്തുരുത്തിലാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തേക്കും എന്നൊരു ഫാമിലി ഫോട്ടോ എടുക്കണം. അച്ചാച്ചനും അമ്മാമ്മയും മാമിയും മാമനും പിള്ളേർ, ഞാനും അമ്മയും അച്ഛനുമായിട്ടൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ. എന്നുവെച്ചാൽ ഞാനും മാമനും ഒക്കെ നാട്ടിൽ ഒരേ ടൈമിൽ വരുന്നത് വല്ലപ്പോഴും. അപ്പം കുറേ ദിവസം പ്ലാൻ ചെയ്ത് ഇന്ന് എടുക്കാൻ തീരുമാനിച്ച ദിവസം നല്ല മഴ. ഇപ്പം തോന്നിയേക്കുക നമ്മൾ ഉച്ചയ്ക്ക് നല്ല ലൈറ്റുള്ള സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ഇനി വൈകിട്ട് ലൈറ്റ് പോകുന്നതിന് മുന്നേ എടുക്കണം. സോ എന്താ ഇനി അതിന് വേണ്ടി റെഡിയാണ്. ഇത് ഞാൻ വന്ന ലുക്കാണ്, അധികമൊന്നുമില്ല. ഇതാണ് അമ്മേൻ്റെ വീട്. ഞാൻ നല്ലവണ്ണം ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചിടാം, ഫുൾ സ്ഥലം കാണിച്ചിടാം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അമ്മ പറഞ്ഞത് ഈ വീട് അമ്മ ജനിക്കുന്നതിന് മുന്നേ പണിഞ്ഞതാണെന്ന്. അകത്തോട്ട് ചെന്നപ്പം മാമൻ അച്ഛനോട് സംസാരിക്കുന്ന മോനൂസ് TV കണ്ടുകൊണ്ട് എന്തോ കഞ്ഞി കുടിക്കുവാന്ന് തോന്നുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞ് മോനിക്ക് കിട്ടിയ ട്രോഫിയൊക്കെ കാണിച്ചു കൊടുക്കുക. അതാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ നേരെ റെഡിയാകാൻ പോയി. അപ്പം ഗൈസ്, ഞാൻ പോയി മുഖമൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു വന്ന്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ കണ്ണൂർ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്. 4 മണിയാകുമ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ സമയം 3:30. ഇനി അതുകൊണ്ട് നമുക്ക് അരമണിക്കൂറും കൂടെ ഉള്ളു റെഡിയാവാൻ. ഡ്രസ്സ് ഇട്ടു, പിന്നെന്താ മുഖമൊക്കെ കഴുകി. ഇനി മേക്കപ്പ് ഇട്ടാൽ മതി. പോയി മേക്കപ്പ് ഇട്ടിട്ട് വരാം. ഐലൈനർ എഴുതിക്കൊണ്ടിരുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ധൃതി പിടിച്ച് ഒരുങ്ങുന്നതുകൊണ്ട് ഒന്നും ശരിയാവുന്നില്ല. ഐലൈനർ പോലെ ശരിയാവുന്നില്ല. വിങ്സ് ഒക്കെ ഒരു സ്ഥലം ഒന്നോ പോലെ, വേറെ സ്ഥലം വേറെ പോലെ. ഇനി മുടി ചെയ്യണം, എനിക്ക് അറിയത്തില്ല, ശരിയാവുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ ഐലൈനർ വരച്ച് ഒപ്പിച്ചെടുത്ത്. അല്ലെങ്കിലും അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യത്തെ ഒരുങ്ങുമ്പോഴത്തേക്ക് എന്നും ചെയ്യുന്ന സെയിം പ്രോസസ്സ്, സെയിം മേക്കപ്പ് ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് വരത്തില്ല. ഞാനും മാമിയും കൂടെ ഒരേ കണ്ണാടിയിൽ കിടന്ന് കോമ്പറ്റീഷൻ നടത്തുന്ന പോലെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇതാ കണ്ടോ, വീണ്ടും വായിക്കുന്നു, വീണ്ടും എഴുതുന്നു. വിങ്സ് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ അവസാനം ഒപ്പിച്ച് വെച്ച്. എൻ്റെയും മാമിയുടെയും കൂടെ ഒരുങ്ങുന്ന കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യാൻ അമ്മയും കൂടെ വന്ന്. അങ്ങനെ 3 പേരും കൂടെ മാറിയും തിരിഞ്ഞ് ഒരേ കണ്ണാടിയിൽ കോമ്പറ്റീഷൻ നടത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മാമൻ താണ്ട് ഒരു ടീഷർട്ടും ജീൻസും ഇട്ട് റെഡി ആയിരിക്കുന്നു. അമ്മാമ്മയും അച്ചാച്ചനെ റെഡിയാകുന്നതിൻ്റെ ഇടയ്ക്കൂടെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാനും ചെന്ന്. ഞാൻ മാത്രമല്ല, മോനൂസും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും സെറ്റായി. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ടാസ്ക് മുടി കെട്ടുന്നതായിരുന്നു. ആ ടാസ്ക് ഞാൻ അമ്മേനെ ഏൽപ്പിച്ച്. അമ്മ നല്ലോണക്ക് ബ്രെയ്ഡ് ചെയ്തൊക്കെ തരാം. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ എൻ്റെ മുടി കെട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കളർ തീം എന്ന് പറഞ്ഞ ഒരു പേസ്റ്റൽ, ഒരു ഗ്രീൻ ക്രീം, ആ ഒരു ഇതാണ് ഉദ്ദേശം. പക്ഷെ അമ്മാമ്മ മാത്രം ഹോട്ട് പിങ്ക് ബ്ലൗസായി. അത് നോട്ടീസ് ചെയ്തായിരുന്നു, പക്ഷെ അപ്പം പറയാനുള്ള ബോധം ഉണ്ടായില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേസ്. ബട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് മേക്കപ്പ് ഇടുമ്പോൾ ശരിയാവത്തില്ല. ഇന്നെന്തോ ഭാഗ്യത്തിന് കണ്ണെഴുതി കുളമായതൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതേപോലെ മുടി അമ്മ എനിക്ക് ആദ്യം ഒരു രീതി കെട്ടിത്തന്ന്, അതാ എന്തോ പോലെ ഇരിക്കുന്നു. പിന്നെയൊക്കെ കെട്ടിത്തന്നേ, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ദൂരി കളഞ്ഞ്. പിന്നെ ഒരു സ്ലൈഡ് തപ്പി നടന്ന് അവസാനം സ്ലൈഡ് കിട്ടി. ആ സ്ലൈഡ് വെച്ചിട്ട് ഒരുങ്ങിയതാ ഇത്. പിന്നെ കുഞ്ഞ് റെഡ് പൊട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. കുഞ്ഞ് റെഡ് പൊട്ട് വെച്ചാൽ കുറച്ചുകൂടെ നൈസായിരുന്നേന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരു അമ്പലം വൈബ് ലുക്കായിട്ടുണ്ട് എല്ലാം കൂടെ. എനിക്ക് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ട് റെഡിയായി ഒരുങ്ങി സെറ്റായിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ പിന്നെ വീട്ടിൽ കൈസറിനെ പോയി കളിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനും ഞാനും, അച്ചാച്ചനും വന്നപ്പം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെന്താ, അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് നോക്കാൻ പോയി. അമ്മ ഡയറ്റിലൊക്കെ ആയിരുന്നു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കുറഞ്ഞതും ഇല്ല എന്നുള്ള വിഷമത്തിലിരിക്കുകയെന്ന് ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു. ഇപ്പം എന്തിനു വെയിറ്റ് വെക്കാൻ പോയാൽ, മൂഡ് പോയാൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, ആ ഫോട്ടോഗ്രാഫർ വരുന്ന ടൈം ഫുള്ള് നമ്മളിങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോസും നമ്മുടെ ഫോണിൽ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫർ വന്നപ്പോൾ പിന്നെ അറേഞ്ച്മെൻറ്റ്സ് തുടങ്ങി.
കസേരയൊക്കെ പിടിച്ചിട്ട് അമ്മാമ്മയും അച്ചാച്ചനെയും കസേരയിൽ ഇരുത്തിയിട്ട് നമ്മളെല്ലാവരും നിൽക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഒരു വലിയ ഫാമിലി ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്ത്. പിന്നെ ദേഹാണെങ്കിൽ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കസേര ഓടിക്കാനൊന്നും പോയില്ല. അതെല്ലാം സെറ്റ് ചെയ്ത മോനി തന്നെ. പിന്നെ അമ്മാമ്മ അച്ചാച്ചനെ ഇരുത്തിയിട്ട് അമ്മാമ്മയുടെ സാരിയൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തു മാമി. ആദ്യം നമ്മളെല്ലാവരും കൂടെയുള്ള ഫാമിലി ഫോട്ടോ എടുത്തേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സെപ്പറേറ്റ് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അമ്മാമ്മ അച്ചാച്ചനും മാത്രം, ഞാനും അമ്മയച്ഛനും, പിന്നെ മാമി മാമൻ മോനു അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയിൽ ഞാനെന്തോ അച്ചടക്കമുള്ള കുട്ടിയെ പോലെ നടുക്കിയിരിക്കുന്നത്, അങ്ങനത്തെ എന്തോ ഒരു വൈബായിപ്പോയി. എനിക്കത് അത്ര പിടിച്ചില്ലായിരുന്നു. പക്ഷെ ആ ടൈമിലെങ്കിൽ അങ്ങനെ വേണ്ട, കാഷ്വലായിട്ട് നിൽക്കാൻ ക്യാൻഡിഡ് എടുത്താൽ മതി എന്നുള്ളൊരു അങ്ങനെ പറയാനുള്ളൊരു ബോധം ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ പുള്ളി എന്തായാലും നമ്മൾ പറയുന്ന പോലെ നിർത്തിയെടുത്ത് തന്നേനെ. പക്ഷെ മാമിയുടെയും മാമൻ്റെയും അവരുടെ ഫാമിലി ഫോട്ടോ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് നൈസായിരുന്നു. റേഷൻ 2 മണിക്കൂർ ഉണ്ടായിരുന്നില്ല, ഫോട്ടോ എടുപ്പ് 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ്. വന്നു, എടുത്തു, പോയി. പുള്ളി പാക്ക് ചെയ്ത് പോയി. നമ്മളന്നേരം ഈ പിടിച്ചിട്ട കസേരയൊക്കെ തിരിച്ച് പറക്കിയിട്ട്, ഞാനല്ല മാമനും മമ്മിയും. ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് വ്ളോഗ് വർത്ത് ആയിരുന്നോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും കൂടെ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ നമ്മൾ എൻ്റെ പോലെ ഒരു ഫോട്ടോ ഇതുവരെ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിട്ടേ ഇല്ല. അച്ഛനും അമ്മയും ഞാനും കൂടി ഇന്ന് വരെ ഒരു ഫോട്ടോഗ്രാഫറിനെ വിളിച്ചെടുക്കുകയോ സ്റ്റുഡിയോയിൽ പോയി എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ എൻ്റയർ ഫാമിലി ഒന്നിച്ച് ആദ്യമായിട്ട് എടുത്തൊരു ഫോട്ടോയും പിന്നെ ഞാനും അമ്മയും അച്ഛനും കൂടെ ഫോട്ടോ എടുത്തു. ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഐ തോട്ട് ഐ ഷുഡ് ഡോക്യുമെൻറ്റ് ദിസ്. അങ്ങനെ അമ്മയും അച്ഛനൊക്കെ വീട്ടിൽ പോവുക, ഞാനിന്ന് ഇവിടെ നിൽക്കുക പിള്ളേരുടെയൊക്കെ കൂടെ വൈബാക്കാന്ന് വെച്ച്. ആൻഡ് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. ഹി വിൽ സെൻഡ് ദ ഫോട്ടോ ടുഡേ. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫ്രെയിം ചെയ്ത് തരും. പുള്ളിക്കാരൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ നൈസായിരുന്നു, കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളുടെ ഇഷ്ടത്തിന് നിർത്തി എടുത്തു തന്നു. ആൻഡ് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. ബൈ.